നമസ്കാരം. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ വെളിയിൽ വന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ വിവാദമാകുന്നു. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കന്മാരൊക്കെ മൗനം പാലിക്കുന്നു. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് ഒരു തരത്തിലും വെറുതെ വിടില്ല, ഇതിനെതിരെ നടപടി വേണം എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തുന്നു. ഈ വിവാദത്തിന് തിരികൊളുത്തിയതോടെ അതിലുൾപ്പെട്ട രാഷ്ട്രീയക്കാരനെതിരെ അതിരൂക്ഷമായുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരാളുണ്ടെന്നത് ശരിയാണെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അതേസമയം ഒരു നടനെയും താൻ ഇടപെട്ട് വിലക്കിയിട്ടില്ല എന്നും സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് അറിയില്ല എന്നും നടനും പിണറായിയുടെ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷേ ഇതൊക്കെ പ്രതികരണം മാത്രമാണ്, യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്തായാലും തന്നെയും പല സിനിമകളിൽ നിന്ന് ഒഴിവാക്കിപ്പെട്ടിട്ടുണ്ട് എന്നും താൻ ഇതിലൊക്കെ നിരപരാധിയാണ് എന്നുള്ള ന്യായീകരണമാണ് ഗണേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ മറുവശത്ത് ഗണേഷ് കുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിലകന്റെ മകനായിട്ടുള്ള ഷമ്മി തിലകൻ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഗതാഗത മന്ത്രിയും നടനുമായ ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷമ്മി തിലകൻ തിലകന്റെ മകൻ എന്നതിനുപരി അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തെ പ്രധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചാ വിഷയമാകുകയാണ്. പ്രമുഖ നടനെ സിനിമാ മേഖലയിലെ 15 പേർ ചേർന്ന് ഒതുക്കിയെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് തന്റെ പിതാവായ തിലകനെ കുറിച്ച് തന്നെയാണ് എന്ന് ഷമ്മി തിലകൻ വെളിപ്പെടുത്തി. സിനിമാ മേഖലയിലെ മാഫിയ സംഘമായി പ്രവർത്തിക്കുന്ന 15 പേരുടെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അവർ ആഗ്രഹിക്കുന്നത് എന്തും ഇവിടെ ചെയ്യാൻ കഴിയും. ഈ പവർ ഗ്രൂപ്പ് ആ പ്രമുഖ നടനെ ഇൻഡസ്ട്രിയിൽ നിന്നും ഒഴിവാക്കി എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പ്രമുഖ നടൻ തന്റെ അച്ഛൻ തന്നെയാണ് എന്ന് ഷമ്മി തിലകൻ വ്യക്തമാക്കുന്നു. ഈ പറഞ്ഞ 15 പേർ ചേർന്ന് പിതാവിനെ സിനിമയിൽ നിന്നും പുറത്താക്കി. തുടർന്ന് അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സംഘത്തിന്റെ പിടിയിൽ നിന്നും അവിടെയും അദ്ദേഹത്തിന് രക്ഷയുണ്ടായിരുന്നില്ല. ആ സമയത്ത് ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഒരു സിനിമാ താരമായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഈ താരം ഗണേഷ് കുമാർ തന്നെയാണ് എന്നാണ് ഷമ്മി തിലകൻ വ്യക്തമാക്കുന്നത്. അമ്മയുടെ മീറ്റിംഗിൽ ഒരു പ്രമുഖ താരം തിലകനെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തോട് ഒച്ചവെക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ പിന്നീട് ആരോഗ്യസ്ഥിതി ഗുരുതരമായ ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഇതേ നടൻ അദ്ദേഹത്തെ കാണാൻ വന്നു. തിലകൻ ബാപ്പയെ പോലെയാണ് എന്ന് അദ്ദേഹം അന്ന് തന്നോട് പറഞ്ഞു എന്നും ഷമ്മി തിലകൻ കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ആരുടേതെന്ന് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയത്തിന്റെ നിഴലിൽ പറയുന്നത് ഗണേഷ് കുമാറിന്റെ പേര് തന്നെയാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരംഗം എന്നതിനേക്കാൾ അദ്ദേഹം ഒരു മന്ത്രി കൂടെയാണ് എന്നതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങളുടെ ശക്തി കൂടുകയാണ്. ഇനി ഇതിന്റെ തെളിവുകളൊക്കെ വൈകാതെ തന്നെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.